ഫ്രാൻസിസ് പാപ്പയുടെ വിയോഗത്തിൽ ലോകം മുഴുവൻ പ്രാർത്ഥനയിലായിരിക്കുന്ന നിമിഷങ്ങളാണ്. അതിൽ ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യരും ഉൾപ്പെടും. കാരണം നമുക്കറിയാം, എല്ലാവർക്കും പാപ്പ ഒരുപോലെ പ്രിയപ്പെട്ടവനായിരുന്നു. നാളെ നടക്കുന്ന കബറടക്ക ചടങ്ങിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പൊതുദർശനത്തിലും അനേകർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് അനേകർ പാപ്പയെക്കുറിച്ചുള്ള ഓർമ്മകൾ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുകയാണ്. അത്തരത്തിൽ ഒരു വൈദികൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിനാണ് ഈ വീഡിയോ. ഒരു യുവ വൈദികൻ, അദ്ദേഹം ആലപ്പുഴ രൂപതയിലെ മൗണ്ട് കാർമൽ കത്തീഡ്രൽ പള്ളിയിലെ അസിസ്റ്റന്റ് വികാരിയാണ്. അച്ഛൻ പങ്കുവച്ച ചില കാര്യങ്ങളാണ് വീഡിയോയിൽ. 3 തവണയാണ് ഈ യുവ വൈദികൻ ഫ്രാൻസിസ് പാപ്പയുമായി കാണുകയും അടുത്തിടപഴകുകയും ചെയ്തിട്ടുള്ളത്. 3 വ്യത്യസ്ത അനുഭവങ്ങളായിരുന്നു ഈ വൈദികനെ സമ്മാനിച്ചത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. എൻ്റെ പേര് ഗ്രേഷ്യസ് സാവിയോ വിക്ടർ. ഞാൻ ആലപ്പുഴ രൂപതയിലെ ഒരു വൈദികനാണ്. നമ്മളെല്ലാവരും, തിരുസഭ മുഴുവൻ ഇപ്പോൾ ഫ്രാൻസിസ് പാപ്പയുടെ വിയോഗത്തിൽ ദുഃഖിച്ചിരിക്കുകയാണ്. നമ്മളെല്ലാവരും പ്രാർത്ഥനയിലാണ്. പാപ്പയുടെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് ദൈവപിതാവ് സ്വീകരിക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും പ്രാർത്ഥനയിലാണ്. ഈ വരുന്ന ദിവസങ്ങളിലാണ് ഖബറടക്കവും മറ്റു കാര്യങ്ങളുമെല്ലാം. അപ്പം അതിൻ്റെ ഈ ഒരു സമയത്ത് എനിക്ക് വ്യക്തിപരമായി പാപ്പയോട് സംസാരിച്ചതിൽ നിന്നും അല്ലെങ്കിൽ പാപ്പയെ കണ്ടതിൽ നിന്നുമുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എൻ്റെ വൈദിക പഠന കാലത്താണ് ഞാൻ പഠിച്ചത് റോമിലെ കോളേജ് ഉർബാനോ എന്ന് പറയുന്ന സെമിനാരിയിലാണ്. പ്രൊപ്പഗേഷൻ ഓഫ് ഫെയ്ത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു സെമിനാരിയാണ്. ഞാൻ 2017 അവിടെ പോകുന്നതും ആ കാലയളവ് തൊട്ട് 2022 വരെ ഞാൻ റോമിലുണ്ടായിരുന്നു. ഈ കാലയളവിൽ ഞാൻ 3 പ്രാവശ്യം പാപ്പയുമായി നേരിട്ട് കാണുവാനും അടുത്ത് ഇടപെടുവാനും സംസാരിക്കുവാനുമായിട്ട് എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും ആദ്യമായി ഞങ്ങൾ പാപ്പയെ കാണുന്നത് 2017 ഓഗസ്റ്റ് മാസമാണ്. ഞങ്ങളെല്ലാ സെമിനാരിക്കാരെയും കാണണമെന്ന ആഗ്രഹത്തോടെ പാപ്പ അങ്ങോട്ട് വത്തിക്കാനിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. അങ്ങനെ ക്ഷണിക്കുമ്പോഴാണ് ഞങ്ങൾ ആദ്യമായി ഒരു ഞായറാഴ്ച ഞങ്ങളെല്ലാം കാണാൻ പോകുന്നത്. ഞങ്ങൾ വരിയായി നിന്ന് പാപ്പയെ അഭിവാദനം ചെയ്ത് സ്വീകരിക്കാമെന്നൊക്കെയുള്ള ഒരു തത്രപ്പാടിലിങ്ങനെ നിൽക്കുമ്പോൾ വളരെ കൂളായി വാതിൽ തുറന്ന് ഓടി ഞങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു ഫ്രാൻസിസ് പാപ്പയുടെ ചിത്രമാണ് എൻ്റെ മനസ്സിൽ ഏറ്റവും ആദ്യമായിട്ട് ഓടി വരുന്നത്. ഒരു പ്രോട്ടോക്കോളും ഇല്ലാതെ ഞങ്ങളുടെ എല്ലാവരുടെയും ഇടയിലേക്ക് ഓടി വന്ന് ഞങ്ങളുടെ കൈയെല്ലാം പിടിച്ച് എവിടെ നിന്നാണ്, നിങ്ങളുടെ രൂപത ഏതാണ് എന്നൊക്കെ വളരെ ജിജ്ഞാസയോടെ ചോദിക്കുന്ന ഒരു പാപ്പയെ ഞാനന്ന് കാണുകയുണ്ടായി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം ഇത്ര എളിമയോടെ അല്ലെങ്കിൽ ഇത്ര സിമ്പിളായിട്ട് ഒരാൾ നമ്മളോട്, അത് എല്ലാവരോടും ഓടി നടന്ന് സംസാരിക്കുന്ന ഞങ്ങളെല്ലാവരും നിൽക്കുന്ന നിപ്പിലിങ്ങനെ സ്തംഭിച്ച് നിന്നുപോയ ഒരു സംഭവമാണ് എനിക്ക് ആദ്യമായി എൻ്റെ ഓർമ്മയിൽ വരുന്നത്. അന്ന് ഞങ്ങളോട് ഏറ്റവും പ്രത്യേകമായി രൂപതയിൽ ചെന്ന് പിതാവിൻ്റെ കൂടെ നന്നായി ശുശ്രൂഷ ചെയ്യണമെന്നൊക്കെയുള്ള വലിയ സന്ദേശമെല്ലാം നൽകി ഞങ്ങൾക്കൊരു കൊന്തയൊക്കെ ഗിഫ്റ്റെല്ലാം തന്നിട്ടാണ് അന്ന് വിടുന്നത്. രണ്ടാമതായി എനിക്ക് ഒരു അവസരത്തിൽ, ഞാൻ തിയോളജി പഠിക്കുന്ന ഒരു 2020 അത് 20 19 എന്ന് ഓർമ്മയില്ല, ആ ഒരു സമയത്ത് പിതാവിൻ്റെ കൂടെ അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് ഉള്ള ഒരു ഭാഗ്യം ലഭിച്ചു. അന്നും ഇതുപോലെ തന്നെ ഞങ്ങൾ കുർബാനയ്ക്ക് മുൻപേ എപ്പോഴും പാപ്പമാർ വന്ന് കൂടെ ഉള്ളവരെല്ലാവരെയും അഭിവാദനം ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പാപ്പ വരികയും കുർബാനയുടെ തൊട്ട് മുൻപേ നമ്മളെല്ലാവരെയും കൂടെ സംസാരിക്കുകയും കുറച്ച് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ കുർബാനയിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെയുള്ള ഒരവസരം കിട്ടി. മൂന്നാമതായിട്ടാണ് ഏറ്റവും വലിയ ഒരവസരം കിട്ടിയത്. അത് 2022 പെസഹയുടെ ആരംഭമായിട്ടുള്ള ഓശാന ഞായറാഴ്ച ഉള്ള ദിവ്യബലിയിൽ ഞാൻ ഡീക്കനായിട്ട് പാപ്പയുടെ കുർബാനയിൽ എനിക്ക് പങ്കുകൊള്ളാൻ സാധിച്ചു. അന്ന് ഞാൻ കർത്താവിൻ്റെ പീഡാസഹന വായന എനിക്ക് വായിക്കാനുള്ള ഭാഗ്യവും ഉണ്ടായി. അന്നും ഇതുപോലെ തന്നെ ഈ കുർബാനയ്ക്ക് ശേഷം പാപ്പ ഞങ്ങളെല്ലാവരെയും, ഏറ്റവും പ്രത്യേകമായി എല്ലാ ഡീക്കന്മാരെയും വിളിച്ച് സംസാരിക്കുകയും ഞങ്ങളുടെ പട്ടത്തിന് എല്ലാവരും ഒരുങ്ങിയോ എന്നൊക്കെ ചോദിച്ച് നന്നായി നിങ്ങളുടെ ഇടവകളിലും രൂപതയിലൊക്കെ ചെന്ന് കർത്താവിന് സാക്ഷ്യം വഹിക്കണമെന്നൊക്കെയുള്ള ഒരു സന്ദേശമൊക്കെ നമുക്ക് തരികയുണ്ടായി. അങ്ങനെ വളരെ
വ്യത്യസ്തമായ 3 അനുഭവങ്ങളാണ് എനിക്കുണ്ടായിട്ടുള്ളത്. ഇതിൽ നിന്ന് എനിക്ക് വളരെ കൃത്യമായി വായിച്ചെടുക്കാൻ പറ്റുന്നത് പാപ്പയുടെ ഏറ്റവും വലിയ ഒരു പുണ്യമായ എല്ലാവരും പറയുന്ന ഈ ഒരു ലാളിത്യവും ഈ ഒരു എളിമയും, അല്ലെങ്കിൽ വളരെ സിമ്പിളായി ആൾക്കാരോട് ഒരു മുൻവിധിയും കൂടാതെ സംസാരിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും ഒന്ന് പിടിച്ച് ഒരു മുഖം ഇങ്ങനെ കറുത്തോ അല്ലെങ്കിൽ വളരെ സ്റ്റബേണായി ഇങ്ങനെ നിൽക്കാതെ ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുവാനായിട്ടുള്ള ഒരു വലിയ ആഹ്വാനമാണ് പാപ്പയുടെ ഓരോ മൂവ്മെൻറ്റ്. അത് നമ്മൾ എപ്പോഴും കാണുന്നതുമാണ്. പാപ്പ എപ്പോഴും ആൾക്കാരുടെ ഇടയിലേക്ക് ഇങ്ങനെ ഇറങ്ങി ചെല്ലുന്നത് വളരെ വിസിബിളാണ് നമുക്ക്. അവരോട് എത്ര എനർജറ്റിക് ആയിട്ടാണ് സംസാരിക്കുന്നതെന്നും. അപ്പോൾ അതൊക്കെ വലിയ ഒരു ഇൻസ്പിറേഷനാണ്. അത് എന്നെ വളരെ അട്രാക്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ഈ ആൾക്കാരുടെ കൂടെയുള്ള ശുശ്രൂഷയിൽ ആയിരിക്കാനും ഈ പാസ്റ്ററൽ മിനിസ്ട്രി ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാനുമായിട്ടുള്ളൊരു ഇൻസ്പിറേഷൻ എനിക്ക് കിട്ടുകയുമുണ്ടായി. ഫ്രാൻസിസ് പാപ്പയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇവിടെ തീരുന്നില്ല. ക്രിസ്തുവിനെ പകർന്നവർ, ക്രിസ്തുവിനെ പിന്തുടർന്നവർ, എല്ലാ അർത്ഥത്തിലും ക്രിസ്തുവായി മാറിയവർ മരിച്ചാലും ജീവിക്കും. മരണം ഭൗതിക ശരീരത്തിന് മാത്രമാണ്. 1 കൊരിന്തോസ് 15:44 വിതയ്ക്കപ്പെടുന്നത് ഭൗതിക ശരീരം, പുനർജീവിക്കുന്നത് ആത്മീയ ശരീരം. ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ഫ്രാൻസിസ് പാപ്പയുടെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തുതി.